പക്ഷേ എല്ലാ ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഇത് എത്ര നാള് പോകും? നിങ്ങൾ കണ്ടുപോയിക്കോ ഞങ്ങൾ എങ്ങനെ ഉറപ്പായിട്ട് ഞങ്ങളുടെ ലൈഫ് കൊണ്ട് ഒരാൾക്കെങ്കിലും ജലസ് അടിപ്പിക്കും. അത്രയാണ്. അതേപോലെ ഞങ്ങൾ അടിച്ച് പൊളിച്ചാൽ അതിപ്പോ ഞങ്ങൾ എന്തിട്ടാലും ഇപ്പൊ ഇൻസ്റ്റ റീൽ എന്തിട്ടാലെന്ന് പറഞ്ഞാൽ അത് മില്യൺ. അത് എന്ത് ഇപ്പൊ നമ്മുടെ സഞ്ജു ടെക്കി അന്നു കപ്പിൾസ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ ഇത്രയ്ക്കും വെറുപ്പിച്ചൊരു കപ്പിൾ വേറെ ഇല്ലാന്ന് തന്നെ വേണം പറയാൻ. സഞ്ജു ടെക്കിനെ പിന്നെ ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. പുള്ളിക്കാരൻ മുമ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. നീതു എന്നുള്ളതായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. കഴിഞ്ഞ ഡിസംബറിലാണ് ബ്രേക്കപ്പ് ആയത്. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മറ്റൊരു പെൺകുട്ടിയുമായി സെറ്റ് ആക്കുന്നു. വൈബ് സെറ്റ് ആവില്ല എന്ന് പറഞ്ഞിട്ടാണ് നീതുവിനായിട്ട് ബ്രേക്കപ്പ് ആയത്. അല്ലേ, വൈബ് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടാണ് നന്നുവിനായിട്ട് റിലേഷനിലാവുന്നത്. എന്തായാലും ഇതിനൊക്കെ ശേഷം ഇവരെന്ത് വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂ കണ്ടിട്ട് എന്റെ അമ്മ ഇത്രയ്ക്കും ഉറപ്പിച്ചൊരു ഇന്റർവ്യൂ വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം. ഹായ് ഗായ്സ്, ഇന്ന് എന്റെ കൂടെയുള്ള ഗസ്റ്റുകൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിലെ കോണ്ടന്റ് കിങ്സ് ആണ്. മില്യൺ കപ്പിൾസ് ആണ്. ഇവരുടെ വീഡിയോസ് ഇപ്പൊ ഭയങ്കര ശരി, കണ്ടന്റ് കിങ്സ് ആര്? ഇവന് സഞ്ജു ടെക്കിലെ. ഇവനൊക്കെ കണ്ടന്റ് കിങ് എന്ന് വിളിക്കേണ്ട ഗതികേടിനെ കുറിച്ചാണ് ഞാൻ ആലോചിച്ച് പോകുന്നത്. പിന്നെ ഒരു ഇന്റർവ്യൂ അല്ലേ, ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ വേണ്ട. അപ്പൊ അതിനു വേണ്ടി ഇങ്ങനെ പൊക്കി അടിച്ചായിരിക്കും അല്ലേ. ഇൻട്രൊഡക്ഷൻ ഒക്കെ കാണുന്ന നേരത്തെ ഇത്രക്കും പറയേണ്ടിയില്ലേനോ. കണ്ടന്റ് കിങ്സ് പോലും പണ്ട് അൺബോക്സിംഗ് കൂടി പറഞ്ഞിട്ടില്ലായിരുന്നു ഞാനാണ് ഇവിടുത്തെ കണ്ടന്റ് കിങ് എന്ന്. എനിക്കതാണ് ഓർമ്മ വന്നത്. എന്തായാലും ബാക്കി കണ്ടുവെക്കാം. എല്ലാം നശിപ്പിച്ചു. സഞ്ജു ടെക്കി നമ്മുടെ കൂടെ എന്തോന്നല്ലേ ഇത്, ഫോണിന്റെ സ്പീക്കർ അടിച്ചു പോയല്ലോ. ഹെഡ്സെറ്റ് ഒക്കെ കുത്തിയിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചെവി അടിച്ചു പോകും. അമ്മാതിരി കാറിന് ഇഷ്ടം. രണ്ടാളും കൂടി മത്സരിച്ച് അങ്ങോട്ട് കാറാണ് അല്ലേ. ഇവർ രണ്ടാളും കൂടെ നടക്കുന്ന ആൾക്കാർ സമ്മതിക്കണം കേട്ടോ. ഈ കാറിലൊക്കെ സഹിക്കണ്ടേ. അവന്മാരുടെ ഒക്കെ ചെവിയുടെ അവസ്ഥ എന്താണാവോ എന്തോ. എന്തായാലും ബാക്കി കണ്ടു നോക്കാം. ഞങ്ങൾ കണക്ട് ആവുന്ന ഒരു കെമിസ്ട്രി ക്രിയേറ്റ് ചെയ്യും. അതെന്താണെന്ന് അറിയത്തില്ല. അത് ഭയങ്കര ഒരു കണക്ഷൻ ആണ്. ആദ്യം ഡാൻസ് റീൽ ഇട്ടാണ് നമ്മള് ഒരു സ്റ്റെപ്പ് തെറ്റി പോയിട്ട് ഇതൊരുമാതിരി ബാറ്ററി ഇട്ട ബൊമ്മന്റെ മാതിരി. കല്ലേങ്കാട്ടി നീര് പോലും ഇങ്ങനെ ചിരിക്കൂലല്ലോ. ഇതിപ്പോ ചിരിച്ചിട്ട് പറയണമെന്ന് മനസ്സിലാവണില്ല. ഒന്നെങ്കിൽ ചിരിക്കുക അല്ലെങ്കിൽ പറയാം. ഇതിന്തിനാ രണ്ടും കൂടി ചെയ്യണമെന്നുള്ളതാ. ഇതൊരുമാതിരി ചിരിയും അട്ടഹാസവും ബഹളവും എല്ലാം കൂടെ ആയിട്ട് അന്തരീക്ഷ മലിനീകരണം അതിലുണ്ട്. ബാക്കി കണ്ടു വെക്കാം. അതിപ്പോ ഞങ്ങൾ എന്തിട്ടാലും ഇപ്പൊ ഇൻസ്റ്റ റീൽ എന്തിട്ടാലെന്ന് പറഞ്ഞാൽ അത് മില്യൺ. അത് എന്ത് ഇപ്പൊ എല്ലാം ഉണ്ട്. പക്ഷെ എന്താണെങ്കിലും നമ്മൾ മില്യൺ അടിക്കും. എന്താണെന്ന് അറിയില്ല ഗൈസ്, പൊക്കി പറയാണെന്ന് നിങ്ങൾ കരുതരുത്. ഞങ്ങൾ എന്തിട്ടാലും മില്യനാണ്. ആൾക്കാർക്ക് ഇഷ്ടം കൊണ്ടാണെന്നൊന്നും അറിയൂല, എന്നാലും ഞങ്ങൾ മില്യൻ അടിക്കും. ഞങ്ങൾ എന്ത് പൊട്ട സാധനം ഇട്ടാലും മില്യനാണ്. ഇതിപ്പോ റിലേഷൻ അങ്ങ് തുടങ്ങിയില്ല, അപ്പത്തിനേക്ക് തുടങ്ങി തള്ളി മറിക്കാൻ. ഇനിയിപ്പോ ഇവര് തള്ളി മറിക്കുന്ന പോലെ മില്യൻ അടിച്ചാണെങ്കിൽ തന്നെ അത്ഭുതപ്പെടാനില്ല. കാരണം അമ്മാതിരി കാറലല്ലേ. അപ്പുറത്ത് കൂടെ പോകുന്നവരെ ആ കാറിൽ കണ്ടിട്ടൊന്ന് കയറി വെക്കും ഇവര് ചാനലിൽ. എന്തിനാണ് ഇങ്ങനെ കാരണം എന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ പിന്നെ എല്ലാത്തിനും മില്യൻ അടിച്ചെന്ന് പറയുന്നതിന് അത്ഭുതപ്പെടാനില്ല. എന്തൊരു ഏതോ എന്തൊക്കെ കാണണല്ലേ. എന്തായാലും ബാക്കി കണ്ടു നോക്കാം. എനിക്കെന്തോ എന്താ മിററും സ്വത്തും അങ്ങനെ രണ്ടുപേരും സ്വത്ത് എന്നുള്ള വേർഡ് ഞങ്ങൾ കോമൺലി യൂസ് ചെയ്യണം. ഞാൻ അവളെ വിളിക്കും, അവളെ എന്നെ വിളിക്കും. ഞങ്ങൾ മിറർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പല കാര്യങ്ങളും ഭയങ്കര സിമിലാരിറ്റി. ചിലപ്പോൾ ചിന്താതി ആയിരിക്കും, ഈവൻ ടെലിപ്പതി വരെ വർക്ക് ചെയ്യും ചില സമയത്ത്. അത് ചുമ്മാ ഇപ്പൊ ഞാൻ ചില സംഭവം ആലോചിക്കുമ്പോ അവള് അത് പറയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരേ സമയത്ത് തന്നെ വാക്കുകളൊക്കെ പറയും. നമ്മൾ മനസ്സിലുള്ള കാര്യം പറയത്തില്ല. ഇത് ഒന്നും രണ്ടും മൂന്നൊന്നും അല്ല, ഭയങ്കര കൃത്യമായിട്ടാ. അതെ അതെ അതെ, ഞങ്ങൾക്ക് സെയിം വൈബാണ്, സെറ്റാണ്. ഞാനൊക്കെ മനസ്സിൽ തോന്നുന്ന അവളെ വിളിച്ചു പറയും അല്ലേ. അത്രക്കും സെറ്റാണ് ഞങ്ങള്. എന്റെ അഭിപ്രായത്തിൽ ഇവർ തമ്മിലുള്ള വൈബ് കൂടിപ്പോയെന്നുള്ളതാണ്. അല്ല, സംസാരം ശരിയായിട്ട് പറഞ്ഞു ഇതാണ്. ഞാൻ ആലോചിക്കണം തന്നെ. ഇനിയിപ്പോ വൈബ് കൂടി പോയതിന്റെ പേരിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളതാണ്. അല്ല, അതിനൊരു സാധ്യത ഉണ്ട്. എല്ലാം ഓവറായാലും പ്രശ്നമാണല്ലോ. എന്തോ ഏതോ ഇതൊക്കെ എത്ര വരെ പോകുന്നുള്ള കണ്ടറിയാം. ബാക്കി കൂടി കണ്ടു നോക്കാം. എന്നാലും നമ്മള് എല്ലാരും നിങ്ങൾ ഓൾറെഡി ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് കമന്റ്സ് കാര്യങ്ങളൊക്കെ വരും. കമന്റ്സ് ഒക്കെ ഓൾറെഡി വരുമല്ലോ. നിങ്ങൾ തമ്മില് ഫ്രണ്ട്സ് ആണോ ലവേഴ്സ് ആണോ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഡൗട്ടിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു വാലന്റൈൻസ് ഡേ വരുന്നതും ഒരു പ്രപ്പോസ് ചെയ്യുന്നത്. ആക്ച്വലി ഉണ്ടല്ലോ, ഇത് ടു ബി ഹോണസ്റ്റ് ആ പ്രപ്പോസൽ ഭയങ്കര കിടുവായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടില്ല. ശരി, അങ്ങനെയല്ലേ. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു കേട്ടോ. പ്രത്യേകിച്ച് സഞ്ജു ബ്രേക്കപ്പ് ആയി അടുത്ത ആഴ്ച തന്നെ ഇങ്ങനെ ഒരാൾ വ്ലോഗിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയപ്പോ തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് ഇവിടെയൊക്കെ തന്നെ ചെന്ന് അവസാനിക്കത്തുള്ളൂ എന്നുള്ളത്. അത് അതേപോലെ സംഭവിച്ചു എന്നുള്ളതാണ്. എന്തൊരു ലാസ്റ്റ് എന്ന് പറയും, ഞാൻ ഇങ്ങനൊന്നും വിചാരിച്ചിട്ടേ ഇല്ലേ പോലും അല്ലേ.
എന്താ സഞ്ജു ചേട്ടാ, ഇതൊക്കെ സഞ്ജു ചേട്ടൻ്റെ ഓരോരോ കളികളല്ലേ അല്ലേ? ഈ സഞ്ജു ചേട്ടൻ്റെ ഒരു കാര്യം ഇനി എന്തെല്ലാം കാണും, ബാക്കി കൂടി കണ്ടുവെക്കാം. നിങ്ങൾ ആക്ച്വലി ഈ നേരത്തെ റിലേഷൻഷിപ്പിലായിരുന്നോ? സത്യം പറ. എങ്ങനെ? അതായത് ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്തെ റിലേഷൻ? ഒരിക്കലല്ലേ കേട്ടോ, ആർക്കും ഒരു സംശയം ഇല്ലല്ലോ അല്ലെ? ഞങ്ങളത് എപ്പായതാണ്, കുറച്ച് ദിവസമായിട്ടുള്ളൂ. വിശ്വസിച്ച് കേട്ടോ, നല്ലവണ്ണം വിശ്വസിക്കണേ. അത് വിശ്വസിച്ചെന്ന് പറയാനൊരു കാരണമുണ്ട്. ഇതേ ഇവര് തന്നെ ഇന്റർവ്യൂ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ നവംബറിൽ നന്നുവിന്റെ ബർത്ത്ഡേന്റെ സമയത്തുള്ള ഒരു അനുഭവം നന്നു പറയുന്നുണ്ട്. അന്ന് സഞ്ജു നീതു ഒരു റിലേഷൻഷിപ്പിലായിരുന്നു കേട്ടോ. ആ സമയത്ത് ഒരു അനുഭവം നമുക്കൊന്ന് കേട്ടോ. പക്ഷെ എന്റെ ബർത്ത്ഡേക്ക് അന്ന്, അതായത് നവംബർ 18 എന്റെ ബർത്ത്ഡേ, അന്ന് ഞാനൊരു പാലക്കാട് ഷൂട്ട് ഫിലിമിന്റെ ഇതിന് വേണ്ടിട്ട് ഞാൻ പോയിക്കുമായിരുന്നു. അപ്പൊ എന്റെ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് സഞ്ജു എന്നെ വിളിക്കുമെന്നാണല്ലോ. അപ്പൊ അന്ന് ഫ്രണ്ട്ലി മൈൻഡ് ആണ്. ഓക്കെ, സഞ്ജു എന്നെ വിളിക്കും, എന്നെ ഓക്കെ ഹാപ്പി ബർത്ത്ഡേ. പക്ഷെ 12 മണിയായിട്ടും സഞ്ജു വിളിക്കുന്നില്ല. ഒരു 12 എന്റെ ഫ്രണ്ട്സ് വിളിക്കാൻ തുടങ്ങി. ഞാൻ ആ കോളൊക്കെ കട്ട് ചെയ്തു. ബിക്കോസ് എനിക്ക് ഇവന്റെ കോളാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ എന്റെ കൂടെ അമ്മ ഇരിക്കുന്നു, അമ്മ വിഷ് ചെയ്തു. എന്നിട്ട് ഞാനിങ്ങനെ അവസാനം എനിക്കൊരു 12:05 12:10 ആയപ്പോ എനിക്ക് ദേഷ്യം കയറിയിട്ട് ഞാൻ ഒരു സൈഡിൽ പെട്രോൾ പമ്പിൽ അവിടെ നിർത്തിട്ട് അമ്മ ഒരു മിനിറ്റ് ഞാൻ ഇപ്പം വരാം, കാരണം വണ്ടി നിർത്തി എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ കാറിന് പുറത്ത് പോയിട്ട് ഞാൻ ഫോൺ എടുത്തിട്ട് സഞ്ജു, അപ്പൊ സ്വത്തൊന്നും ഇല്ല കേട്ടോ, സഞ്ജു ഇന്നലെ ബർത്ത്ഡേ വിഷ് ഹാപ്പി ബർത്ത്ഡേ സ്വത്തു എന്നൊക്കെ പറഞ്ഞു. ഓക്കെ ബൈ കട്ട്. എങ്ങനെയുണ്ട്? കഴിഞ്ഞ നവംബറിൽ സംഭവിച്ച കാര്യമാണ് അല്ലെ? അന്ന് ബർത്ത്ഡേന്റെ രാത്രി 12 മണി ആയ സമയത്ത് നന്നു സഞ്ജുവിന്റെ കോള് മാത്രമാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെ? ഫ്രണ്ട് ആണെന്നൊക്കെ പറയുന്നുണ്ട്. സാധാ ഫ്രണ്ട് ആണെങ്കിൽ അതിനൊന്നും ഉണ്ടാവില്ല, എല്ലാരും കോൾ ഒരുപോലെ എക്സ്പെക്ട് ചെയ്യുമല്ലോ. ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ആളൊക്കെ ആകുമ്പോഴാണ് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുക. അങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്നിട്ട് എന്തൊക്കെയാണ്, മറ്റുള്ള ആൾക്കാരെ കോളുകളൊക്കെ കട്ട് ചെയ്യാണ്. വേണ്ട കോളായിരുന്നാണ്, സഞ്ജുവിന്റെ കോള് മാത്രമാണ്. എന്നിട്ട് സഞ്ജു വിളിക്കാത്തത് കണ്ടപ്പോ അങ്ങോട്ട് കയറി വിളിച്ചിട്ട് പറയാണ് എന്റെ ബർത്ത്ഡേ ആണെന്നുള്ളത്. എന്നിട്ട് സഞ്ജു ഇങ്ങോട്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ സമയത്ത് കോള് കട്ട് ചെയ്യുക അല്ലെ? ഇതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ തമ്മിൽ ആദ്യമേ ഒന്നും ഇല്ല എന്നുള്ളത്. സാധാരണ ഒരു ഫ്രണ്ടിനേക്കാളും ഒരു സ്പെഷ്യൽ ഫണ്ട് എന്നുള്ള ലെവലാണ് നിങ്ങൾ പണ്ട് തൊട്ടേ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിപ്പോ സംഭവിച്ചെന്താ, നവംബറിൽ ഇങ്ങനെയൊക്കെ നടന്നു, ഇവര് തമ്മിലുള്ള വൈബ് സെറ്റായി. അപ്പൊ അന്നേരം നീതു വൈബ് പോരാന്ന് തോന്നി. നൈസായി ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും നീതുവിനെ അങ്ങ് തട്ടി. എന്നിട്ട് ബ്രേക്കപ്പ് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് 2 വീഡിയോ ഇട്ട് ആൾക്കാരെ കണ്ണിൽ കൂടിയിട്ട് എന്നിട്ട് അടുത്ത ആഴ്ച തന്നെ നന്നുവിനെ വ്ളോഗിലേക്ക് കൊണ്ടുവന്ന് ഇവര് തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ചമഞ്ഞ് നടന്നു. വാലന്റൈൻസ് ഡേ ആയ സമയത്ത് ഇവര് തമ്മിൽ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിട്ട് അങ്ങോട്ട് സെറ്റായില്ലേ? എന്തായാലും സഞ്ജു ഡ്രാമ കൊള്ളാം, നൈസായിട്ടുണ്ട്, ഞങ്ങളൊക്കെ വിശ്വസിച്ച് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് പറയാം ഞങ്ങൾ തമ്മിൽ നേരത്തെ ഒന്നുമില്ലായിരുന്നു, ഇപ്പൊ ആയതാന്ന് നോക്കിയോ. ബാക്കി ഉണ്ടോക്കാം. അപ്പൊ 2024 സ്വത്തും പ്രണയത്തിലായത്. ലീപ് ഇയറില് ലവ് റിലേഷൻഷിപ്പ് മാരേജ് ഒക്കെ നടക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട്. പക്ഷേ എല്ലാ ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഇത് എത്ര നാള് പോകും? അല്ല, ഇപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇതിനേക്കാളും വൈബ് കിട്ടുന്ന ഏതൊരു പെണ്ണും ഇനി ജീവിതത്തിലേക്ക് കടന്നു വരുന്നു, അതുവരെ ഇത് മുന്നോട്ട് പോകുന്നുള്ളതാണ്. അതുവരെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അങ്ങനെ പോകും. പുതിയ വൈബ് സെറ്റ് ആളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോക്കണം റിലേഷൻഷിപ്പ് അതോടുകൂടി കഴിഞ്ഞ് അതപ്പം കിട്ടുന്ന ഞാൻ നോക്കിയാൽ മതി അല്ലേ സഞ്ജു ചേട്ടാ? എന്തൊരു ഏതോ ബാക്കിയാണ് നോക്കാം. അപ്പൊ എനിക്ക് ആൾക്കാരോട് ഇത്ര പറയാനുള്ളത്, അല്ലാണ്ട് നമ്മളിങ്ങനെ കടന്ന് വാദിക്കണമെന്നില്ല. ലൈഫ് ലോങ്ങാണ് അല്ലെങ്കിൽ 6 മാസം 3 മാസം നിങ്ങൾ കണ്ടുപോയിക്കും ഞങ്ങൾ എങ്ങനെ ജീവിക്കും. പക്ഷെ ഇത്രയും ഉറപ്പായിട്ട് ഞങ്ങളുടെ ലൈഫ് കൊണ്ട് ഒരാൾക്കെങ്കിലും ജലസ് അടിപ്പിക്കും, അത്രയും. അതേപോലെ അടിച്ച് പൊളിച്ച അതെ അതെ അതെ, ഞങ്ങൾ അടിച്ചു പൊളി കണ്ട് ലോകം മുഴുക്കെ ഞങ്ങൾ അസൂയപ്പെടും അല്ലേ സഞ്ജു ചേട്ടാ? അല്ല, അസൂയപ്പെടാൻ മാത്രം നിങ്ങളിൽ എന്താണെന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. ഈ കുറേ ഒച്ചയും ബഹളും കാരണല്ലോ, അല്ല അറിയാത്തോണ്ടും ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾക്കെങ്കിലും അസൂയ അടിക്കുന്നു പറഞ്ഞല്ലോ, ഇനിയിപ്പോ ഒരാൾ ഉദ്ദേശിച്ചത് നീതുവിനാണോ? നീതു ഞങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ട് അസൂയപ്പെടുന്നാണ് ഉദ്ദേശിച്ചത്? അല്ല, അങ്ങനെ ഉദ്ദേശിക്കാമല്ലോ അല്ലെ? പലരും പുതിയ റിലേഷൻഷിപ്പ് തെറ്റായി കഴിഞ്ഞാണെങ്കിൽ എക്സിനെ കാണിക്കാൻ വേണ്ടി പല പ്രദർശനങ്ങൾ കാണിച്ചു കൂട്ടല്ലോ. ഇനി എന്തൊക്കെ കണ്ടറിയാം അല്ലേ? ബാക്കി കണ്ടോക്കാം. ഏത് നിമിഷത്തിലാണോ ഇതാണ് എന്റെ വൈബ്, ഇതാണ് എന്റെ സോൾ എന്നൊരു ഫീൽ? എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇല്ല അതെ, ഞാൻ പറഞ്ഞേ, എന്ത് കാര്യം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ നമ്മളെ പിടിച്ചിരുത്തി ഫേസ് ടു ഫേസ് കണ്ണി നോക്കി സംസാരിക്കും. അതാണ് ഇതേപോലെ ഇങ്ങനെ കണ്ണിൽ നോക്കി സംസാരിക്കും അല്ലെ? ഇതിപ്പോ രണ്ടാളും കൂടി മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കാണല്ലോ. സഞ്ജു ടോപ്പാണ് അല്ലെ, നന്നു ആണ് ടോപ്പ് അല്ലെ, സഞ്ജു ആണ് ടോപ്പ്. എന്തോന്നിട്ട് ഇത് ഈ പൊക്കലൊക്കെ എത്ര കാലം ഉണ്ടാവുക? അപ്പോ എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം. ഇതൊക്കെ കഴിഞ്ഞില്ല, സഞ്ജുവിന്റെ ലാസ്റ്റ് ഒരു പ്രപ്പോസൽ സീനും കൂടി ഉണ്ട്, അതും കൂടി കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. സ്വത്തെ, ഞാൻ തന്നോടൊരു കാര്യം പറയാൻ പോവാം. ഞാൻ തന്നെ കണ്ടത് വെച്ചിട്ട് തന്നെ എന്റെ ലൈഫിൽ ഇത്ര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടും അതിൽ തന്നെ ഒരേപോലെ ഞാൻ എന്ത് വിചാരിക്കുന്നു അതൊക്കെ തനിക്കും ഞാൻ പറയേണ്ട ആവശ്യമില്ല, തന്റെ മനസ്സിൽ അത് തന്നെ വരും. ആ ഒരു വൈബ്രന്റ് കണക്ഷൻ ഉണ്ടല്ലോ, ഞാൻ ഇതുവരെ ആയിട്ടും എനിക്ക് എങ്ങും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ എന്നെ ഭയങ്കര സൂപ്പറായിട്ടാണ് നീ ടേക്ക് കെയർ ചെയ്യണത്.
എനിക്ക് ചില സമയത്ത് ഞാനൊരു ബേബി ആണെന്ന് വരെ എനിക്ക് തോന്നിപ്പോ എന്നെ ടേക്ക് കെയർ ചെയ്യണം. സത്യം പറയാം. എന്തുവന്നടേ ഇത് മറ്റേ സിദ്ദീഖിന്റെ ഡയലോഗ് ഉണ്ടല്ലോ, ഈ കാക്കിക്കുള്ളിലെ കാമുകന്റെ നെഞ്ചിനുള്ളിൽ വഞ്ചനയുടെ ഒരു ഇഞ്ച് പോലും ഇല്ല തങ്കമണി എന്നുള്ളത്. ഈ കാക്കി അണിഞ്ഞ കാമുകന്റെ നെഞ്ചിനുള്ളിൽ വഞ്ചനയുടെ ഒരു ഇഞ്ച് പോലും ഇല്ല തങ്കമണി. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് മറ്റേ പാട്ടാണ് ഓർമ്മ വരുന്നത്. പഞ്ചാര വിറ്റു നടന്നു സഞ്ജു, പഞ്ചാര സഞ്ജു എന്ന പേര് വന്നു, ഏയ് മതി ഇങ്ങനെ കൊണ്ടുവരിക. ഇനി കണ്ടുകഴിഞ്ഞാണെങ്കിൽ ഈ ഒച്ചയും ബഹളവും കേട്ട് ഞാൻ ഭ്രാന്തായി പോകലായിരിക്കും. എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ടോ? അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.